ഓപ്പറേഷൻ സിന്ദൂറിൽ പാർലമെന്റിൽ ചർച്ച നടക്കുന്നതിനിടെയാണ് ഇന്ന് ജമ്മു കാശ്മീരിൽ ഭീകരവേട്ട നടന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനടക്കം 3 പേർ സൈന്യവുമായി ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. ഓപ്പറേഷൻ സിന്ദൂറിൽ ലോക്സഭയിൽ ചർച്ച തുടരുകയാണ്. സൈനിക നടപടി ഭാരതത്തിന്റെ യശസ്സുയർത്തിയെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും വ്യക്തമാക്കി. ആദ്യം RDX റാം. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ ചർച്ച നടക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് സൈനിക നടപടി. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനും ലഷ്കർ കമാൻഡറുമായ സുലൈമാൻ ഷാ, അബു ഹംസ, യാസിർ എന്നിവരെയാണ് വധിച്ചത്. ഓപ്പറേഷൻ മഹാദേവ് എന്ന പേരിൽ ലിദ്വാസിൽ നടത്തിയ തിരച്ചിലിൽ ഭീകരരിൽ നിന്ന് ഗ്രനേഡുകളും AK-47 തോക്കുകളും കണ്ടെത്തി. രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. ഇന്ത്യയുടെ ശക്തി ലോകത്തെ അറിയിച്ച ധീരമായ നടപടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ലോക്സഭയിൽ പറഞ്ഞു. സൈന്യത്തിന് പ്രധാനമന്ത്രി പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി. ലക്ഷ്യം കൈവരിച്ചതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിയത്. പാകിസ്ഥാൻ തോൽവി സമ്മതിച്ചെന്നും ഓപ്പറേഷൻ സിന്ദൂർ അവസാനിക്കുന്നില്ലെന്നും പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി. സൈനിക നടപടി നിർത്താൻ ബാഹ്യസമ്മർദ്ദം ഉണ്ടായില്ലെന്നും സഭയിൽ അറിയിച്ചു. എന്നാൽ ഭീകരർ എങ്ങനെയാണ് പഹൽഗാമിലെത്തിയതെന്ന് കോൺഗ്രസ് അംഗം ഗൗരവ് ഗൊഗോയി ചോദിച്ചു. പാർലമെന്റിന്റെ ഇരുസഭകളിലുമായി 16 മണിക്കൂർ വീതമാണ് ചർച്ച. RDX റാം, ന്യൂസ് മലയാളം. രണ്ട് കാര്യങ്ങളാണ്. പാർലമെന്റിൽ ചർച്ച തുടരുന്നു, അതോടൊപ്പം തന്നെ ഇവിടെ ഭീകരരെ വധിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം. രണ്ട് കാര്യത്തിലും കൂടുതൽ വിവരങ്ങളുമായി ശ്രീജിത്ത് ബാലകൃഷ്ണൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എന്തെല്ലാമാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ഹർഷൻ, ഏതാണ്ട് ഇന്ത്യൻ സർക്കാരും ഇന്ത്യൻ സൈന്യവും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ശരിയായി എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അതാണ് ആദ്യത്തെ കാര്യം. അതിലേക്ക് ഞാൻ വരാം. കാരണം ഇതൊരു പാകിസ്ഥാൻ്റെ പിന്തുണയുള്ളൊരു ഭീകരാക്രമണമാണ് ഇന്ത്യയിൽ നടന്നത് എന്ന കാര്യം ഇന്ത്യൻ സർക്കാർ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. അത് ഏറെക്കുറെ ഇപ്പോൾ വ്യക്തമാകുകയാണ്. കാരണം ഇപ്പോൾ പിടിക്കപ്പെട്ടുള്ള സുലൈമാൻ ഷാ ഈ പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരനാണ്. അദ്ദേഹം പാകിസ്ഥാൻ്റെ സ്പെഷ്യൽ സർവീസ് സൈനിക വിഭാഗവുമായി ബന്ധപ്പെട്ട് ഇരുന്ന ആളാണ്. അതിനുശേഷമാണ് ആ ഭീകരൻ പിന്നീട് ലഷ്കർ-ഇ-തോയ്ബയിൽ ചേരുന്നത്. അതോടൊപ്പം തന്നെയുള്ള അബു ഹംസയും സാക്കിറും ലഷ്കർ-ഇ-തോയ്ബ ഭീകരരാണ്, തീവ്രവാദികളാണ്. അങ്ങനെ ഇതിന് പാകിസ്ഥാൻ പിന്തുണ ഉണ്ടായിരുന്നു. ലഷ്കർ-ഇ-തോയ്ബയുടെ ഭീകരരാണ് ഇന്ത്യയിൽ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയത് എന്ന ഇന്ത്യയുടെ വാദം ഏറെക്കുറെ ഇന്ത്യക്ക് ഇപ്പോൾ ഇവരെ പിടികൂടുന്നതുകൂടി അല്ലെങ്കിൽ ഇവരെ കൊലപ്പെടുത്തുന്നതുകൂടി ഏതാണ്ട് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ലോകരാജ്യങ്ങൾക്ക് മുമ്പിലൊക്കെ ഇന്ത്യ മുൻപ് പറഞ്ഞിരുന്നതാണ്. എന്തായാലും ഇതിൻ്റെ മുഖ്യ സൂത്രധാരനെ അടക്കം കൊലപ്പെടുത്തുന്നതുകൂടി ഏതാണ്ട് അക്കാര്യത്തിൽ ഇന്ത്യൻ സർക്കാർ പറഞ്ഞിരുന്ന കാര്യം ഏറെക്കുറെ ശരിയാകുന്നു. ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇവർ ഉപയോഗിച്ചിരുന്നത്, അതായത് ഇവരെ ഇന്ന് പുലർച്ചെ ഏതാണ്ട് ഒരു 10 ദിവസത്തോളമായി ഇവർ നിരീക്ഷണത്തിലായിരുന്നു എന്നാണ് ഇന്ത്യൻ സൈന്യം പറയുന്നത്. സൈന്യത്തിൻ്റെ വാർത്താ സമ്മേളനം നാളെയാണ്. എന്നാൽ പോലും സൈന്യത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇവർക്ക് ചൈനീസ് സഹായം, പാകിസ്ഥാൻ്റെ സഹായം അടക്കം കിട്ടിയിരുന്നു. ഇവരെ കഴിഞ്ഞ 15 ദിവസത്തോളമായി നിരീക്ഷണത്തിലായിരുന്നു. ഇന്ത്യയുടെ അതിർത്തിയിൽ തന്നെ, ഇന്ത്യൻ വനമേഖലയിൽ തന്നെ, അതായത് ശ്രീനഗറിനോട് ചേർന്നുള്ള വനമേഖലയിൽ തന്നെയാണ്. ആ വനമേഖലയാണ് മഹാദേവ് കൊടുമുടിക്ക് താഴെയുള്ള മഹാദേവ് പീക്ക് എന്ന് പറയുന്ന പ്രദേശത്താണ് ഇവർ ഒളിവിൽ താമസിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഓപ്പറേഷൻ മഹാദേവ് എന്ന പേരിട്ടതും. അങ്ങനെ ഇവരെ കണ്ടെത്തുന്നു. അവരെ കണ്ടെത്തിയതിനു ശേഷം ഇവരെ കഴിഞ്ഞ ദിവസം ട്രാക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ സാധ്യതയായി കണ്ടത് അവർ ഉപയോഗിച്ചിരുന്ന ചൈനീസ് നിർമ്മിത ഉപകരണങ്ങളാണ്. അതായത് ഇവർ സംസാരിക്കാൻ, പരസ്പരം ആശയം കൈമാറാൻ ഉപയോഗിച്ചിരുന്ന ചൈനീസ് നിർമ്മിത ആശയവിനിമയ സംവിധാനങ്ങളാണ്. അതുവഴിയാണ് ഇവരെ ട്രാക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ വനമേഖലയിലേക്ക് ഇന്ത്യൻ സൈന്യവും ജമ്മു കശ്മീർ പോലീസും എത്തുന്നത്. അങ്ങനെ ഒടുവിൽ, അതായത് ഇന്ത്യ ഈ കാലം വരെ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം ഏറെക്കുറെ ശരിയാകുന്നു. അവരെ 3 പേരെയും ഇന്ന് കണ്ടെത്തുന്നു. ഇന്ന് രാവിലെ പുലർച്ചെ 2 മണിക്ക് ഓപ്പറേഷൻ ആരംഭിക്കുന്നു. ഉച്ചയ്ക്ക് 11 മണിയോടുകൂടി അവരെ കൊലപ്പെടുത്തുന്നു. 3 പേരെയും കൊലപ്പെടുത്തുന്നു. ഒരാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തുകയാണെന്നാണ് സൈന്യം പറയുന്നത്. അതുകൊണ്ടാണ് വാർത്താ സമ്മേളനം. പാർലമെന്റിൽ ഇപ്പോൾ ഈ വിഷയത്തിൽ തന്നെ ചർച്ച തുടരുകയാണല്ലോ. അതുമായി ബന്ധപ്പെട്ട എന്തെല്ലാം വിവരങ്ങളാണ്? എങ്ങനെയാണ് പ്രതിപക്ഷം ഈ വിഷയങ്ങളെ ഉന്നയിക്കുന്നത്? എങ്ങനെയാണ് ഈ കാര്യത്തിലൊക്കെ രാജ്നാഥ് സിംഗിന്റെ മറുപടി വരുന്നത്? തീർച്ചയായും ഞാൻ അതിലേക്കാണ് വരുന്നത്. അതായത് ഇതുവരെ ഇന്ത്യൻ സർക്കാർ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം വളരെ ശരിയാണ്, വ്യക്തമാണ്, കാര്യങ്ങൾ വ്യക്തമാണ്. ഈ 97 ദിവസം ഇന്ത്യയിൽ ഇവർ എവിടെയായിരുന്നു എന്ന ചോദ്യം നമുക്കറിയാം. നമ്മൾ തന്നെ പലപ്പോഴായി സംസാരിച്ചുള്ള കാര്യമാണ്. ഈ 97 ദിവസം, ഇതിന് 97 ദിവസമാണ് അവരെ പിടികൂടുന്നത്, അവരെ കൊലപ്പെടുത്തുന്നത്. ഈ 97 ദിവസം ഇവർ എവിടെയായിരുന്നു? ഇവർ ഇന്ത്യൻ അതിർത്തി കടന്നു പോയോ, അതോ വീണ്ടും അവർ ഇന്ത്യയിൽ തന്നെയാണോ? അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ എന്തുകൊണ്ട് ഇന്ത്യൻ സൈന്യത്തിനും ജമ്മു കശ്മീർ പോലീസിനും നമ്മുടെ പാരാമിലിറ്ററിക്കും ഒന്നും ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ള 100 ചോദ്യങ്ങൾ ഇതിനിടയിൽ ഉയർന്നു വന്നിരുന്നു. അപ്പോഴാണ് ഇപ്പോൾ ഈ പാർലമെൻറ്റ് സമ്മേളനം ആരംഭിക്കുന്നത്. പാർലമെൻറ്റ് സമ്മേളനം ആരംഭിച്ച് ഇന്ന് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ചർച്ച തുടങ്ങുകയാണ്. അങ്ങനെ ചർച്ച തുടങ്ങുന്നു. 11 മണിക്ക് രാജ്നാഥ് സിംഗ് ചർച്ച ആരംഭിക്കുന്നു. ആ രാജ്നാഥ് സിംഗ് ചർച്ച ആരംഭിക്കുമ്പോഴാണ് 11 മണിക്ക് കൃത്യമായ വിവരങ്ങൾ വരുന്നു. 3 ഭീകരർ ജമ്മു കാശ്മീരിൽ കൊല്ലപ്പെടുന്നു. ആ 3 ശ്രീജിത്ത്, അതിന് ഒരു ഒറ്റ സംശയം ചോദിച്ചോട്ടെ. ഇതിലൊരു മുഖ്യ ആസൂത്രകൻ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. 3 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് മൊത്തം. ഇവരാണോ പഹൽഗാമിൽ ആക്രമണം നടത്തിയത്? ആ കാര്യത്തിൽ എന്തെങ്കിലും വിശദീകരണം പാർലമെന്റിൽ വന്നിട്ടുണ്ടോ?
ഇല്ല, അക്കാര്യത്തിൽ ഇതുവരെയും പാർലമെന്റ് വിശദീകരണം വന്നിട്ടില്ല. പാർലമെന്റിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ എന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുത്ത നടപടികളും മറ്റു കാര്യങ്ങളുമാണ്. ഇവരാണ് കൊലപ്പെടുത്തിയത് അല്ലെങ്കിൽ ഇവരാണ് പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയത് എന്ന ഈ സുലൈമാൻ ഷാ അടക്കമുള്ള ആളുകളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഒരു വിശദീകരണം പാർലമെന്റിൽ വന്നിട്ടില്ല. ഇത് ഇന്ത്യൻ സൈന്യവുമായി ബന്ധപ്പെട്ട് സൈന്യത്തിൻ്റെ ട്വിറ്റർ പോസ്റ്റുമായി ബന്ധപ്പെട്ടാണ് ഇവർ സുലൈമാൻ ഷായാണ് പ്രധാന സൂത്രധാരൻ എന്ന കാര്യങ്ങൾ സൈന്യവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങളാണ്. പാർലമെന്റിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ ഓപ്പറേഷൻ സിന്ദൂർ ഏറെ വിജയകരമായിരുന്നു, ഇന്ത്യ എടുത്ത നിലപാട് ശരിയായിരുന്നു, ഇന്ത്യക്ക് ലോകരാജ്യങ്ങളുടെ പിന്തുണ കിട്ടി, ഒരു കാരണവശാലും പാകിസ്ഥാനെ ഭീകരവാദവുമായി ബന്ധപ്പെട്ട് അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിൽ പാകിസ്ഥാനെ ഇനി ഒരു കാരണവശാലും അനുവദിക്കില്ല. ആ രൂപത്തിലായിരുന്നു രാജ്നാഥ് സിംഗിൻ്റെ വിശദീകരണവും മറ്റ് എം പിമാരുടെ വിശദീകരണങ്ങൾ അങ്ങനെയായിരുന്നു. കാരണം ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്താൻ ഒരിക്കൽ നടത്തിയെങ്കിൽ ഇനി അനുവദിക്കില്ല. മുമ്പ് കോൺഗ്രസ് സർക്കാരുകൾ ഉണ്ടായിരുന്ന കാലത്ത് കാലാകാലങ്ങളിൽ അല്ലെങ്കിൽ ഇടവേളകളിൽ ഇന്ത്യയിൽ കടന്നു വന്ന് ഭീകരാക്രമണം നടത്തി പോകാൻ പാകിസ്ഥാന് കഴിയുമായിരുന്നു. പക്ഷേ ഇനി അനുവദിക്കില്ല എന്ന രൂപത്തിലാണ് ചർച്ചകൾ പോകുന്നത്. പക്ഷേ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള മറുപടിയാണ് അല്ലെങ്കിൽ ചോദ്യങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രസക്തം. എങ്ങനെയാണ് ഇന്ത്യയിൽ ഇവർ കടന്നു വന്നത്? എങ്ങനെ ഇവർ ഇന്ത്യയിൽ ഇത്രകാലം താമസിച്ചു? ഇവർക്ക് ആരാണ് സഹായം നൽകിയത്? അത് മാത്രമല്ല മധ്യസ്ഥതയുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഉയരുമ്പോൾ ഭരണപക്ഷത്തുള്ള മറുപടി അമേരിക്കയുമായി ഇന്ത്യ ഒരു തരത്തിലുള്ള മധ്യസ്ഥതയ്ക്കും തയ്യാറായിട്ടില്ല, അമേരിക്കയോ ട്രംപോ മധ്യസ്ഥതയ്ക്ക് ഉണ്ടായിട്ടില്ല എന്ന കാര്യം ആവർത്തി പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതിലെ ടൈമിംഗ് ആണ്. ആ ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഇമ്രാൻ മസൂദ് എന്നുള്ള എം പിയാണ്. ഈ ടൈമിംഗ്, അതായത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇത് ലോക്സഭയിൽ പറയുമ്പോൾ എങ്ങനെയാണ് അതേ സമയം തന്നെ ആ ടൈമിംഗ് എങ്ങനെയാണ്, ആ യാദൃശ്ചികത, കോയിൻസിഡൻസ് എന്നാണ് ചോദ്യം. ആ കോയിൻസിഡൻസും ടൈമിങ്ങും എങ്ങനെയാണ് സംഭവിക്കുന്നത്? അവിടെ മറുപടി പറയുമ്പോൾ അവിടെ ഭീകരരെ വധിക്കുന്നു. അങ്ങനെ സർക്കാരും ഭരണപക്ഷവും സേഫായി മാറുന്നു. അങ്ങനെയെങ്കിൽ അതിലൊരു യാദൃശ്ചികതയുണ്ട്. ആ സ്വാഭാവികത ശരിയാണോ എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. മാത്രമല്ല ഇവർക്ക് ഇത്രയും നാൾ 97 ദിവസം ഇവർക്ക് ഇന്ത്യയിൽ സുരക്ഷിതമായി നിൽക്കാൻ എങ്ങനെ സാധിച്ചു എന്ന ചോദ്യം കൂടിയുണ്ട്. മറ്റൊന്ന്, അവരെങ്ങനെ ഇന്ത്യയിൽ കടന്നു വന്നു? ആ ചോദ്യങ്ങൾക്കൊന്നും ഇതുവരെ ഉത്തരം പാർലമെന്റിൽ നൽകിയിട്ടില്ല. സനീഷ്, അതിപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്നിപ്പോൾ അവിടെ ഈ സുലൈമാൻ ഷാ അടക്കമുള്ള ആളുകളെ ഭീകരരെ വധിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത. അപ്പോൾ ഈ ടൈമിംഗ് എന്നൊക്കെ പറയുന്നത് പോലെ അതേസമയം ഇപ്പുറത്ത് പാർലമെൻറ്റിൽ ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുകയുമാണ്. സത്യത്തിൽ ചില കാര്യങ്ങൾക്കൊക്കെ അവിടെ രാജ്നാഥ് സിംഗിൻ്റെ മറുപടി വരുന്നുണ്ട്. അതായത് നമുക്ക് വ്യക്തത വേണ്ട ചില വിഷയങ്ങൾ, അതായത് ആരായിരുന്നു ഇതിന് മധ്യസ്ഥത വഹിച്ചത്, ഈ ട്രംപ് അവകാശപ്പെടുന്ന മട്ടിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് അദ്ദേഹം നിഷേധിക്കുകയാണ്. പക്ഷേ പ്രധാനപ്പെട്ട രാജ്യം അറിയേണ്ട പല വിഷയങ്ങൾ അല്ലെങ്കിൽ പാർലമെൻറ്റ് അറിയേണ്ട വിഷയങ്ങൾ ഇതുവരെ വന്നിട്ടില്ല അവിടെ എന്നുള്ള പരാതി എനിക്കുണ്ട്. കാരണം വേറൊന്നുമല്ല, ഈ സുരക്ഷാ വീഴ്ചയെ സംബന്ധിച്ച് പറയണമല്ലോ. അവിടേക്ക് കടന്നു വരുന്നു, പഹൽഗാമിൽ ഈ മട്ടിൽ വെടിവയ്പ് ഉണ്ടാകുന്നു, ഇത്രയധികം പേർ കൊല്ലപ്പെടുന്നു. ഈ സാഹചര്യം എങ്ങനെ ഉണ്ടായി? എങ്ങനെയാണ് ഭീകരർ അവിടേക്ക് കടന്നു വന്നത്? ആ വീഴ്ചയെക്കുറിച്ച് തീർച്ചയായും വിശദീകരിക്കേണ്ടതുണ്ട്. ആ കാര്യത്തിലൊരു വിശദീകരണം ഇപ്പോഴും ലഭിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ കൊല്ലപ്പെട്ട ഭീകരർ തന്നെയാണോ പഹൽഗാമിൽ ആക്രമണം നടത്തിയത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഇയാൾ അവിടെ ആസൂത്രകനായിരുന്നു എന്ന് മാത്രമാണ് ഇതുവരെ വന്നിരിക്കുന്ന വെളിപ്പെടുത്തൽ. ഈ കൊല്ലപ്പെട്ട ആളുകളാണോ പഹൽഗാമിൽ ആക്രമണം നടത്തിയത്? ഇവരല്ലെങ്കിൽ പിന്നെ അവരെവിടെ പോയി എന്നുള്ള ചോദ്യം ഇപ്പോഴും പ്രസക്തമായി തന്നെ നിലനിൽക്കുകയാണ്. മറ്റൊന്ന്, എവിടെയാണ് ഇന്ത്യയുടെ വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ തകർത്തു എന്നുള്ള വാദം വരുന്നു. അത് ലോകം മുഴുവൻ ചർച്ചയാവുന്നു. അത് ഈ ആയുധ വ്യാപാര രംഗത്ത് ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയമായി മാറുന്നു. ഇതൊക്കെ ആയിരുന്നിട്ടും അത് സംബന്ധിച്ചുള്ള വിശദീകരണത്തിലേക്ക് എത്തുന്നില്ല. പകരം ആ ചോദ്യങ്ങൾക്കെല്ലാം നമ്മൾ അവിടെ നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ച് മാത്രം പറയാം, ആ വിഷയങ്ങൾ മാത്രം എടുക്കാം. അവിടെ ആളുകൾ ഭീകരരെ കൊലപ്പെടുത്തിയോ, അവിടെ ആക്രമണം നടത്തിയോ എന്നുള്ള വിഷയങ്ങളിലേക്ക് മാത്രം, അതായത് ഒരു ആ വിഷയങ്ങളിൽ ഒരു അഴകുഴമ്പൻ നിലപാടാണ്. ആ വ്യക്തത ഉള്ള ഉത്തരം നൽകുന്നില്ല എന്നുള്ള പ്രശ്നം ഇതുവരെ നിലനിൽക്കുന്നുണ്ട്. നമുക്ക് അവസാനിക്കാതിരിക്കും, ചർച്ച തുടരുകയാണ്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ അവസാനമേ മനസ്സിലാക്കാനും കഴിയുള്ളൂ. പഹൽഗാമിൽ ഭീകരാക്രമണം നടന്ന 97-ാം ദിവസമാണ് സൂത്രധാരനെ കണ്ടെത്തി വധിക്കുന്നത്. ലഷ്കർ എ തൊയ്ബ ഭീകരവാദിയായ സുലൈമാൻ ഷാ മുമ്പ് പാക് സൈന്യത്തിന്റെ കമാൻഡറായും പ്രവർത്തിച്ച ആളാണെന്ന് സൈന്യം വെളിപ്പെടുത്തുന്നു. ഓപ്പറേഷൻ മഹാദേവിലൂടെ 3 ഭീകരരെ വധിച്ച ഇതേ ദിവസമാണ് പാർലമെന്റിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ ചർച്ചയ്ക്ക് തുടക്കമായതും. നേടിയത് ഐതിഹാസിക വിജയമാണ് എന്നാണ് പ്രതിരോധ മന്ത്രി ഇന്ന് സഭയിൽ വ്യക്തമാക്കിയത്. 100-ലേറെ ഭീകരരെയും ഭീകര കേന്ദ്രങ്ങളും ഉന്മൂലനം ചെയ്തു എന്നും സർക്കാർ പറയുന്നു. എന്നാൽ സർക്കാർ വാദങ്ങളെ ഖണ്ഡിക്കുകയാണ് പ്രതിപക്ഷം. സുരക്ഷാ വീഴ്ച സംഭവിച്ചത് എങ്ങനെയാണ് ഭീകരർ പഹൽഗാമിൽ എത്തിയത് എന്നെല്ലാം ചോദ്യങ്ങൾ ബാക്കിയാണ്. അതിന് സഭാതലത്തിൽ നാളെ ഉത്തരമുണ്ടാകുമോ എന്നറിയാൻ RDXും കാത്തിരിക്കുകയാണ്.